ശ്രീ ഭഗവാൻ അർജുനനോടായി പറഞ്ഞു, ലോകത്തെ സംഹരിക്കുന്ന ശക്തമായ കാലമാണ് ഞാൻ. ലോകം സംഹരിക്കാൻ ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നു. ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട യോദ്ധാക്കളെല്ലാം നീ യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. അതിനാൽ എഴുന്നേൽക്കുക, ശത്രുക്കളെ ജയിച്ച് യശസ്വിയാവുക, ഐശ്വര്യപൂർണമായ രാജ്യം അനുഭവിക്കുക. ഹേ അർജുന, ഇവർ നേരത്തെ തന്നെ വധിക്കപ്പെട്ടവരാണ്. നീ ഒരു കാരണം മാത്രമേ ആകുന്നുള്ളൂ. അതിനാൽ വ്യസനമില്ലാതെ നീ നിന്റെ ധർമ്മം നിറവേറ്റുക. ഭഗവാന്റെ വാക്കുകൾ കേട്ട് അർജുനൻ വിറച്ചുകൊണ്ട് ഏറിവരുന്ന ഭീതിയോടെ വീണ്ടും വീണ്ടും നമസ്കരിച്ച് ഊപ്പുകൈകളോടെ തൊണ്ടയിടറി പറഞ്ഞു, അല്ലയോ അച്യുത, അങ്ങയുടെ മഹാത്മ്യം അറിയാതെ സ്നേഹിതനെന്ന് വിചാരിച്ചു പോന്നു ഞാൻ. അജ്ഞത കൊണ്ടോ സ്നേഹം കൊണ്ടോ അങ്ങയോടൊപ്പം കളിക്കുകയും ഇരിക്കുകയും കിടക്കുകയും ഉണ്ണുകയും ചെയ്തു പോന്നു. അങ്ങ് ഒറ്റയ്ക്കിരിക്കുമ്പോഴും പലരുടെയും കൂടെ ഇരിക്കുമ്പോഴും കൃഷ്ണ, യാദവ, സ്നേഹിത എന്നൊക്കെ ബഹുമാനമില്ലാതെ വിളിച്ചു പോയിട്ടുണ്ട്. അതെല്ലാം ക്ഷമിക്കാൻ അപ്രമേയനായ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പ്രഭാവം നിസ്തുലമാണ് എന്ന് ഞാൻ കാണുന്നു. അങ്ങാണ് ചരാചരങ്ങൾ അടങ്ങുന്ന ഈ ലോകത്തിന്റെ പിതാവ്. വന്ദിക്കേണ്ട ശ്രേഷ്ഠനായ ഗുരുവും അങ്ങ് തന്നെ. 3 ലോകത്തിലും അങ്ങേക്ക് തുല്യനായി ആരുമില്ല. അതിനാൽ എല്ലാത്തിൻ്റെയും നാഥനും സ്തുത്യനും അങ്ങാണ്. അങ്ങയെ ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ച് പ്രസാദിപ്പിക്കുന്നു. മകന്റെ തെറ്റ് ഒരച്ഛൻ എന്നതുപോലെ, സ്നേഹിതന്റെ തെറ്റ് സ്നേഹിതൻ എന്നതുപോലെ, ഭാര്യയുടെ തെറ്റ് ഭർത്താവ് എന്നതുപോലെ എൻ്റെ തെറ്റ് അവിടുന്ന് പുറത്ത് അനുഗ്രഹിക്കണം. ഇന്നോളം മറ്റാരും കാണാത്ത രൂപം കണ്ട് ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. എങ്കിലും അതുകൊണ്ട് ഞാൻ പേടിച്ച് നടുങ്ങിപ്പോയി. ലോകരക്ഷകനായ അങ്ങ് പ്രസാദിച്ച് സാധാരണ രൂപത്തിലേക്ക് മടങ്ങി വരണം. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, എൻ്റെ ഈ പ്രകാശരൂപമാണ് എല്ലാത്തിൻ്റെയും ആദി കാരണം. പരിപൂർണമായ ഈ ഉത്കൃഷ്ട രൂപം നീയല്ലാതെ മറ്റാരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പ്രസന്നനായ ഞാൻ എൻ്റെ യോഗശക്തി കൊണ്ടാണ് ഈ രൂപം നിനക്ക് കാണിച്ചു തന്നത്.